നമ്മുടെ ലൊക്കേഷൻ എങ്ങനെയാണ് വാട്സാപ്പ് വഴി മറ്റൊരാളിന് അയച്ചു കൊടുക്കുന്നതെന്നാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ കൂടി പരിശോധിക്കുന്നത്. അതിനായി നമ്മുടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പേ ലൊക്കേഷൻ അയക്കുന്നതിനായി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ലൊക്കേഷനും നമ്മുടെ മൊബൈൽ ഡേറ്റയും ഓണാണോ എന്ന് ആദ്യം പരിശോധിക്കണം. അത് ഓണാക്കിയതിന് ശേഷം നമ്മൾ വാട്സാപ്പിലേക്ക് പോയി ആർക്കാണോ അയക്കേണ്ടത് ആ കോൺടാക്ട്സ് നിങ്ങളവിടെ നിന്ന് സെലക്ട് ചെയ്ത് അവിടെയുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ പടമുണ്ടല്ലോ, അത് ഈ ഒരു അറ്റാച്ച്മെൻറ്റ് പടത്തിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്തായി ഇതുപോലെ ഓപ്പൺ ചെയ്ത് വരും. ഇതിനകത്തായി ലൊക്കേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. നിങ്ങൾ ആ ലൊക്കേഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഓപ്പണായി വരും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ രണ്ട് ടൈപ്പ് ലൊക്കേഷൻ ഉണ്ടാവും. ഒന്ന് ഷെയർ ലൈവ് ലൊക്കേഷനും സെൻഡ് യുവർ കറണ്ട് ലൊക്കേഷനും. പലപ്പോഴും അയച്ചു കൊടുക്കുന്ന ആൾക്കാർക്ക് പറ്റുന്നൊരു അബദ്ധം ഈ ലൈവ് ലൊക്കേഷൻ അയച്ചു കൊടുക്കും. ഇത് കിട്ടുന്നത് കൊണ്ട് അവർക്ക് നിങ്ങളുടെ പോകുന്ന ലൈവായിട്ടുള്ള ലൊക്കേഷൻ അറിയാമെന്നല്ലാതെ ആ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് അവർക്ക് എത്തിച്ചേരുവാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കറണ്ട് ലൊക്കേഷനാണ് അയച്ചു കൊടുക്കേണ്ടത്. അതായത് ഈ കാണുന്ന നമ്മുടെ ഈ കറണ്ട് ലൊക്കേഷൻ എന്നുള്ളതായിരിക്കണം നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് അയക്കുന്നതിന് മുമ്പേ ഇവിടെയായി കാണുന്ന ഈ ഒരു ലൊക്കേഷൻ്റെ ഈ ഒരു സാധനത്തിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്യുറസി കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കറക്റ്റായിട്ട് ആ ഒരു സ്ഥലം ഒന്ന് സെറ്റായി വരികയും ഇവിടെയായി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇതൊരു 5 മീറ്റർ എന്നുള്ള രീതിയിലേക്ക് സെറ്റായി. പരമാവധി ഇങ്ങനെ അടുപ്പിച്ച് നമ്മുടെ ലൊക്കേഷൻ കൊടുക്കുന്നതിനായി ശ്രദ്ധിക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് സെൻഡ് യുവർ കറണ്ട് ലൊക്കേഷൻ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കാണ് അയക്കാൻ ഉദ്ദേശിച്ചത് അവർക്ക് ഇതുപോലെ ആയിരിക്കും ലഭിക്കുന്നത്. തുടർന്ന് നമ്മളിപ്പോൾ ആ അയച്ചു കിട്ടിയിരിക്കുന്ന നമുക്കാണെങ്കിൽ നമ്മളതിങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലൊരു സെറ്റപ്പിലൊന്ന് കിടക്കുകയും നമ്മൾ അതിനകത്തേക്ക് കയറി, അതായത് നമുക്കിത് ലഭിച്ചു കഴിഞ്ഞാലും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ ഡേറ്റയും ലൊക്കേഷനും ഓണാണോ എന്ന് പരിശോധിക്കുക. ലഭിക്കുന്ന ആളും ഇത് രണ്ടും ഓൺ ചെയ്തിട്ട് വേണം ലൊക്കേഷൻ ഷെയർ ചെയ്ത് അതെടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എടുക്കുന്നു, ആ മാപ്പിലേക്ക് കയറി നമ്മൾ ജസ്റ്റ് വൺസ് എന്നോ ആൾവേസ് എന്നോ കൊടുത്തെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡയറക്ഷൻ അറിയാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഡയറക്റ്റായി ആ ലൊക്കേഷനിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. അപ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അയക്കേണ്ടത് കറണ്ട് ലൊക്കേഷനാണ് എന്നുള്ളതാണ്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.